യു പി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ ഞെട്ടിച്ച ഒരു സംസ്ഥാനമാണ്. ബി ജെ പി സർവാധിപത്യമുണ്ട് എന്ന് സ്വയം കരുതിയിരുന്ന, രാമനെ പ്രതിഷ്ഠിച്ച് അയോധ്യ ഇന്ത്യയിലാകെ വലിയൊരു ഹൈന്ദവ വികാരം ഉണർത്തുമെന്ന് പ്രതീക്ഷിച്ച ഫൈസാബാദ് അടക്കം ബി ജെ പിക്ക് വലിയ പരാജയമുണ്ടായി. നമ്മളത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ട് മുന്നണി, എൻ ഡി എയേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടി. അത് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും അതുപോലെ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസും ഒക്കെ നേടി, വലിയ വിജയം നേടി. കഴിഞ്ഞ തവണ തോറ്റ അമേഠിയിലൊക്കെ ശക്തമായി തിരിച്ചു വന്നു. രാഹുൽ ഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷം, അതിലേറെ മോഡിക്ക് ദയനീയമായ ഭൂരിപക്ഷം. കാരണം കഴിഞ്ഞ തവണ 4 ലക്ഷം കിട്ടിയെടുത്ത് ഇത്തവണ 1.5 ലക്ഷമായി കുറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ മോഡി പിന്നിലായിരുന്നു എന്നുകൂടി വാർത്തയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചടിയാണ് ഉണ്ടായത്. അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് ഇതുണ്ടായത് എന്ന് വലിയ ചർച്ച ബി ജെ പിക്കകത്ത് തീർച്ചയായും ഉണ്ടാകും. കാരണം യു പി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സ്റ്റേറ്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള സ്ഥലമാണ്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ വലിയൊരു പങ്ക് അവിടെയുള്ളതാണ്. അതുകൊണ്ട് ബി ജെ പി അത് അന്വേഷിക്കാൻ, പക്ഷെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അടി കൂട്ടടിയായി. അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ യോഗിയാണോ, രാജ്നാഥ് സിംഗ് ആണോ, മോഡിയാണോ, BP മൗര്യ അല്ലെങ്കിൽ മൗര്യയാണോ, ആരാണ് അവിടുത്തെ പ്രധാനി എന്ന ചോദ്യം വരും. വലിയ തർക്കങ്ങൾ, വിതർക്കങ്ങൾ യു പി ബി ജെ പിയിൽ ഉണ്ടായി, ഒരു സംശയവുമില്ല. ആ തർക്കങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ മിണ്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും തെരഞ്ഞെടുപ്പിൽ കാലുവാരാൻ മിണ്ടണമെന്നില്ലല്ലോ, മിണ്ടാതെയും കാലുവാരാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന 10 ഉപതെരഞ്ഞെടുപ്പുകൾ, കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷമില്ല യു പിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ചില സൂചനകൾ നൽകുന്നുണ്ട്. നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സൂചനകൾ തന്നെയാണോ ഉപതെരഞ്ഞെടുപ്പിൽ നൽകുക? കഴിഞ്ഞ കുറച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു. ഇതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു വലിയ ഉപതെരഞ്ഞെടുപ്പിൽ 13 എണ്ണത്തിൽ 11 സീറ്റും ബി ജെ പിക്ക് നഷ്ടമായി, ബംഗാളിലൊക്കെ അടക്കം. ആ ഘട്ടത്തിലാണ് യു പിയിലെ 10 സീറ്റിലെ തെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ ബി ജെ പി അത്ര സുഖത്തിലല്ല നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ പലരും അവിടെ നിന്ന് രാജിവെച്ച് MP സ്ഥാനത്തേക്ക് വന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ഏതാണ്ട് എല്ലാം. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? യോഗി ആദിത്യനാഥിനെ മോഡിയുടെ പിൻഗാമിയായി ഉയർത്തിക്കാട്ടിയ കുറെ ആളുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ യോഗി ആദിത്യനാഥിന് അവിടെ വേരുറയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേരിന് ഇളക്കം തട്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത്. കാരണം മോഡിയും അമിത്ഷായും ഒക്കെ യോഗിക്കെതിരെയാണ് എന്നതാണ് പൊതുവെ വരുന്നൊരു വാർത്ത. മാത്രവുമല്ല, അവിടുത്തെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് മൗര്യ യോഗിക്കെതിരാണ്. യോഗിക്കെതിരായ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം മാത്രം നോക്കിയാണോ ആളുകൾ വോട്ട് ചെയ്തത് എന്നൊക്കെ സംശയമുണ്ട്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് ആർക്കെതിരെയുള്ള അമ്പാണ്? അത് തീർച്ചയായിട്ടും യോഗിക്കെതിരെയുള്ള അമ്പാണ്. പക്ഷെ മോഡിയുടെ പ്രഭാവം അവിടെ നശിച്ചു. ഇനി മോഡി വന്നാൽ ഇവിടെ ലോക്സഭയിലേക്ക് വോട്ട് കിട്ടില്ല എന്നാണ് യോഗി പക്ഷക്കാർ പറയുന്നത്. അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ ഒന്നും അമിത്ഷാ അംഗീകരിച്ചില്ല. അവർ വേറെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി. അതിന്റെ ഫലമാണ് തോറ്റുപോയതെന്നാണ് പറയുന്നത്. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ 10 ഉപതെരഞ്ഞെടുപ്പുകൾ. അവിടെ വലിയ തിരിച്ചടി ഉണ്ടായാൽ അത് യോഗിക്ക് ഉണ്ടാകുന്ന തിരിച്ചടി മാത്രമല്ല, മോഡിക്ക് ഉണ്ടാകുന്ന തിരിച്ചടി മാത്രമല്ല, അത് ബി ജെ പിക്ക് ആകെ, യു പിയിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകെ ഉണ്ടാകുന്ന തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെയെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന അടുത്തൊരു തൂവൽ കൂടിയായിരിക്കും അത് എന്ന് പറയേണ്ടി വരും.